നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അള്ളാഹുവിന്റെ റസൂലിനോട് വന്ന് ഫാത്തിമ ബീവി ഒരിക്കൽ വീട്ടുവേല ചെയ്തുകൊണ്ടുള്ള കയ്യിലൊക്കെ ഇതാ തഴമ്പ് പൊട്ടിയിട്ടുണ്ട് നബിയെ, ഒരു വേലക്കാരന് നിശ്ചയിച്ചു തരണം എന്ന് ആവശ്യപ്പെട്ടപ്പോ അള്ളാഹുവിന്റെ റസൂല് അതിനേക്കാൾ ഉത്തമമായ ചില കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ, അതിലൂടെ നിനക്ക് മാനസികമായ കരുത്തുണ്ടാകും, വീട്ടിലെ ഏത് വേലകൾ ചെയ്യുവാനും ശാരീരികമായും നിനക്ക് നല്ല ആരോഗ്യമുണ്ടാകും എന്ന അർത്ഥം വരുന്ന നിലക്ക് എല്ലാ ദിവസവും മുടങ്ങാതെ നീ ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34 മുടങ്ങാതെ നിർവഹിക്കണം എന്ന് മകളോടും മരുമകനോടും പഠിപ്പിച്ചുവെന്നും അലി റളിയല്ലാഹു അൻഹു പിന്നീട് പറയുന്നുണ്ട്. അതാണല്ലോ ഫാത്തിമ ബീവിയുടെ ഭർത്താവായ മരുമകൻ. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആ ഒരു ദിക്ർ ജീവിതത്തിൽ ഒരൊറ്റ രാത്രിയിലും ഞാൻ ഒഴിവാക്കാറുണ്ടായിരുന്നില്ല. എനിക്ക് ഏറെ പ്രയാസമുണ്ടായിരുന്ന സിഫീൻ യുദ്ധം നടക്കുന്ന രാത്രിയിൽ പോലും ഞാനത് ഒഴിവാക്കിയിരുന്നില്ല എന്നുകൂടി അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നതായി നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. നമ്മളൊക്കെ എത്ര പേർ ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ ആണാവട്ടെ പെണ്ണാവട്ടെ ഈ ദിക്റുകൾ നിത്യജീവിതത്തിൽ മുടങ്ങാതെ നിർവഹിക്കുന്നവരുണ്ട് എന്ന് ഗൗരവത്തോടുകൂടെ നമ്മൾ ചിന്തിക്കണം.